ഇന്നത്തെ പരിശോധനാ ഫലം ആർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. രോഗബാധയുണ്ടായിരുന്ന 7 പേര് നെഗറ്റീവായിട്ടുണ്ട്. അതിൽ കോട്ടയത്ത് 6, ഇതിലൊരാൾ ഇടുക്കി സ്വദേശിയാണ്. പത്തനംതിട്ട 1. ഈ രീതിയിലാണ് ഫലം നെഗറ്റീവായത്. ഇതുവരെ 502 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 30 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 14,670 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 14,402 പേർ വീടുകളിലാണ്. 268 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 58 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 34,599 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 34,063 എണ്ണം രോഗബാധയില്ല എന്നുറപ്പായിട്ടുണ്ട്. ഇന്ന് പരിശോധന നടത്തിയത് 1,154 സാമ്പിളുകളാണ്. സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പിലെ 2,947 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 2,147 എണ്ണം നെഗറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 6 ജില്ലകളിൽ മാത്രമാണ് കോവിഡ് ബാധിച്ചവർ ചികിത്സയിലുള്ളത്. കണ്ണൂരിൽ 18 പേർ ചികിത്സയിൽ തുടരുന്നുണ്ട്. കോവിഡ് മുക്തമായി 8 ജില്ലകൾ: കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം. പുതുതായി ഇന്ന് ഹോട്ട്സ്പോട്ടുകളൊന്നുമില്ല. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും ആശ്വാസകരമായ കാര്യമാണ്. ലോക്ക്ഡൗൺ കാരണം വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയ കേരളീയർ നാളെ മുതലാണ് നാട്ടിലെത്തുന്നത്. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഏർപ്പെടുന്ന വിമാനങ്ങൾ, പ്രതിരോധ വകുപ്പ് ഏർപ്പെടുന്ന കപ്പലുകൾ, ഇതിലാണിവർ വരുന്നത്. നാളെ 2 വിമാനങ്ങൾ വരുമെന്നാണ് ഒടുവിൽ ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക വിവരം. അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്കുമാണ് വിമാനങ്ങൾ വരുന്നത്. നാട്ടിലേക്ക് വരുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കണമെന്ന് ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തി സംസ്ഥാനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല. മടങ്ങി വരുന്ന ഓരോ മലയാളിയുടെയും കാര്യത്തിൽ കരുതലോടെയാണ് നാം ഇടപെടുന്നത്. വരുന്നവർ താമസസ്ഥലം മുതൽ യാത്രാവേളയിലുടനീളം അതിയായ ജാഗ്രത പുലർത്തേണ്ടതാണ്. വിമാനത്താവളം മുതൽ ആ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത്
പല കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കേരളീയർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ദില്ലി ജാമിയ മിലിയ സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾ അവർക്ക് ലഭിച്ച ഒരു നിർദ്ദേശം ഈ മാസം 15 മുൻപ് ഹോസ്റ്റലുകൾ ഒഴിയണമെന്നാണ്. അത് നിരീക്ഷണ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയാണെന്നാണ്. പെൺകുട്ടികളടക്കം 40 വിദ്യാർത്ഥികളുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ കേരളത്തിലെത്തിക്കാനുള്ള ഊർജിതമായ ശ്രമം സർക്കാർ നടത്തുന്നത്. പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിനിൽ ഇവരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയണമെന്നാണ് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് ഈ 4 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിട്ടുണ്ട്. സർക്കാരിന് ലഭിച്ച കണക്കുകളനുസരിച്ച് 1200ഓളം മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചു വരാനായി ഈ 4 സംസ്ഥാനങ്ങളിലുണ്ട്. 723 പേര് ഡൽഹിയിലുണ്ട്. 348 പേർ പഞ്ചാബിൽ, 89 പേർ ഹരിയാനയിൽ, ഹിമാചലിൽ 17 പേര്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഡൽഹിയിലെത്തി യാത്ര ആരംഭിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഉള്ള ബന്ധപ്പെടലാണ് സംസ്ഥാനങ്ങളുമായി നടത്തുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേയുമായി ഔപചാരികമായി ബന്ധപ്പെടാൻ ഡൽഹി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേക ട്രെയിനിൻ്റെ തീയതി ലഭിക്കുമ്പോൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികളെ മുഴുവൻ ഡൽഹിയിലേക്ക് എത്തിക്കാൻ ഈ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടും. കേന്ദ്ര ഗവൺമെൻറ്റുമായും ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇതുവരെ എത്തിയവർ 6802 പേരാണ്. രണ്ട് 2,03,189 പേർ കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പാസിനാവശ്യപ്പെട്ടത് 69,108 പേരാണ്. 38,862 പാസുകൾ വിതരണം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്ന് 4,298 പേര്, കർണാടകയിൽ നിന്ന് 2,120 പേര്, മഹാരാഷ്ട്രയിൽ നിന്ന് 98 പേര്. ഇത്രയാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുള്ളതും ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ എത്തിയത്. വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ മാത്രം 4,369 പേർ, മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലൂടെ 1,637 പേരും വന്നു. ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവരുടെ എണ്ണം 576 ലോക്ക്ഡൗൺ കാരണം മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന 163 കുട്ടികൾ
തിരിച്ചെത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്ത് അടിയന്തര ചികിത്സക്കായി 47 പേരെത്തി. 66 ഗർഭിണികളും എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നത് ഉറപ്പുവരുത്തണം. ഇപ്പോഴുള്ള സ്ഥലം ഹോട്ട്സ്പോട്ടാണെങ്കിൽ തിരിച്ചെത്തിയാൽ സംസ്ഥാനം ഏർപ്പെടുത്തുന്ന ക്വാറൻറ്റൈനിൽ 7 ദിവസം കഴിയണം. എന്നാൽ ഈ ക്വാറൻറ്റൈൻ കാര്യത്തിൽ ഗർഭിണികളെ ഒഴിവാക്കുകയാണ്. അത് വിദേശത്തു നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും വരുന്ന ഗർഭിണികൾക്ക് വീടുകളിലേക്ക് പോകാം. അവർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ കഴിയേണ്ടത്. ബാക്കിയുള്ളവർ പൊതുവായ കേന്ദ്രത്തിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് യാത്രാ അനുമതി ലഭ്യമായ ശേഷം കേരളത്തിലെ ഏത് ജില്ലയിലേക്കാണോ വരേണ്ടത്, ഇപ്പോൾ ഉള്ള സംസ്ഥാനത്ത് നിന്ന് യാത്രാനുമതി ലഭ്യമായ ശേഷം ഏത് ജില്ലയിലേക്കാണോ ഇവിടെ വരേണ്ടത്, ആ ജില്ലയിലേക്കുള്ള യാത്രാനുമതിക്കായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് COVID-19 jagrada.kerala.nic.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നോർക്ക രജിസ്ട്രേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ ഇതിനായി ഉപയോഗിക്കാം. വരുന്ന വാഹനത്തിൻ്റെ വിശദാംശങ്ങളും ലഭ്യമാക്കണം. പാസിൽ കേരളത്തിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ തീയതിയിൽ അതിർത്തിയിൽ എത്തുന്ന വിധത്തിൽ യാത്ര ആരംഭിക്കാവുന്നതാണ്. വരുന്ന ജില്ലയിൽ നിന്നും എത്തിച്ചേരേണ്ട ജില്ലയിൽ നിന്നും പാസ് ഉണ്ടാകണം. അതായത് 2 കൂട്ടരും പാസ് നൽകണം എന്നർത്ഥം. ബന്ധുക്കളെ സന്ദർശിക്കാനും മറ്റുമായി കേരളത്തിലെത്തി കുടുങ്ങിപ്പോയ മലയാളികൾക്ക് ഇതര സംസ്ഥാനങ്ങളിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനാകാത്ത സ്ഥിതിയുണ്ട്. ഇവർക്ക് പോകുന്നതിന് മറ്റു തടസ്സമില്ല. പക്ഷേ എവിടെയാണോ പോകേണ്ടത് ആ സംസ്ഥാനങ്ങളുടെ അനുമതി വാങ്ങണം. ആ അനുമതി ലഭിക്കുന്ന മുറക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പാസ് ഇവിടെ ലഭ്യമാക്കും. ഇവിടെ തടസ്സമില്ല. വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തുമ്പോൾ മാധ്യമങ്ങൾ കൃത്യമായ നിയന്ത്രണം പാലിക്കാൻ ശ്രദ്ധിക്കണം. വരുന്നവരുടെ അഭിമുഖം എടുക്കാനും മറ്റുമായി പോകുന്നത് ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ ഘട്ടത്തിൽ നല്ലത്. ശാരീരിക അകലം നിർബന്ധമായും പാലിക്കണം. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. വാർത്താശേഖരണത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഇതിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വയം നിയന്ത്രണം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രവാസികൾ മടങ്ങിയെത്തുന്ന കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളുടെ സുരക്ഷയ്ക്ക് DIG തലത്തിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സഞ്ജയ് കുമാർ ഗരുഡ്, നെടുമ്പാശ്ശേരിയിൽ മഹേഷ് കുമാർ കാളിരാജ്, കരിപ്പൂരിൽ S. സുരേന്ദ്രൻ,
കണ്ണൂരിൽ കെ സേതുരാമൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ചുമതല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറേക്ക്. ജില്ല വിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പാസ് ലഭിക്കാനായി അതത് പോലീസ് സ്റ്റേഷനിലാണ് ബന്ധപ്പെടേണ്ടത് എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പാസ് ലഭിക്കുന്നതിനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. www.pass.besafe.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പാസിന് അപേക്ഷിക്കാം. അപേക്ഷകരുടെ മൊബൈൽ ഫോണിലേക്ക് പാസിൻ്റെ ലിങ്ക് ലഭിക്കും. രോഗപ്രതിരോധത്തിൻ്റെയും ജാഗ്രതയുടെയും 1.5 മാസക്കാലമാണ് നാം പിന്നിട്ടത്. എന്നാൽ ലോക്ക്ഡൗൺ ലംഘനവും ജാഗ്രതയില്ലായ്മയും ഇപ്പോഴും പ്രകടമാകുന്നുണ്ട്. ശാരീരിക അകലം പാലിക്കാത്ത ഇടപെടലുകളും ഉണ്ടാകുന്നു. സംസ്ഥാനത്ത് നിയമലംഘനത്തിൻ്റെ പേരിലും ജാഗ്രതക്കുറവിൻ്റെ പേരിലും ഒരു കേസും ഉണ്ടാകാത്ത ദിനങ്ങളാണ് ഇനിയുണ്ടാകേണ്ടത്. പോലീസ് കർക്കശ നിലപാടെടുക്കുമ്പോൾ പരാതികൾ സ്വാഭാവികമാണ്. പോലീസിനെ അത്തരമൊരു നിലപാടിലേക്ക് നയിക്കാത്ത സമീപനം പൊതുവെ സ്വീകരിക്കേണ്ടതുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ ലോക്ക്ഡൗൺ ലംഘനം കർശനമായി തന്നെ നേരിടും. വാളയാറിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നു. പരിശോധനകൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴി കേരളത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യം പ്രാദേശികമായി ഉയർന്നിട്ടുണ്ട്. കർണാടകയിൽ നിന്നും ഊട്ടിയിൽ നിന്നും മലപ്പുറത്തേക്കെത്താൻ ഇപ്പോൾ 150 കിലോമീറ്റർ ചുറ്റണം എന്നാണ് പരാതി. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണാൻ ശ്രമിക്കും. കാർഷിക വൃത്തിയിലും അനുബന്ധ പ്രവൃത്തികളിലും സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നില്ല. ഒരു ശൃംഖലയായി പ്രവർത്തനങ്ങൾ നടന്നാലേ കാർഷിക രംഗത്തെ ഇടപെടലിന് ഫലമുണ്ടാവുകയുള്ളൂ. കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം തടസ്സപ്പെടുന്നതായി ആലപ്പുഴയിൽ നിന്ന് പരാതി വരുന്നുണ്ട്. മില്ലുടമകളാണ് ഇക്കാര്യത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ചില സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്തതാണല്ലോ സിമൻറ്റ്. എന്നാൽ ഇപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം സിമൻറ്റ് ഉൽപ്പാദകരിൽ നിന്നും സിമൻറ്റ് നിരക്കിൽ ഭീകരമായ വർധനവാണ് വന്നിട്ടുള്ളത്. ലോക്ക്ഡൗൺ മാർച്ച് 20 പ്രവർത്തികൾ നിർത്തിവെക്കുന്നതിന് മുൻപേയുള്ള സിമൻറ്റിൻ്റെ നിരക്കിനേക്കാൾ 100 രൂപയിൽ കൂടുതൽ വർധനവ്
ഒരു ചാക്കിൽ തന്നെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഇത് പുതിയ സിമൻ്റല്ല, പഴയ സ്റ്റോക്കുള്ള സിമൻ്റാണ്. അതിന് തന്നെ വില വർദ്ധിച്ച് വിൽക്കാനാണ് പരിപാടി. അപ്പോൾ നേരത്തെയുള്ള വിലക്ക് തന്നെ സിമൻറ്റ് വിൽക്കുന്നതിന് തയ്യാറാകേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഉൽപ്പാദകരാണോ ഇവിടെയുള്ള ഡീലർമാരാണോ ആരായാലും വില വർദ്ധിപ്പിക്കാതെയുള്ള സമീപനം ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ലോക്ക്ഡൗൺ കാരണം നിലച്ചുപോയ പരീക്ഷകളുണ്ട്. ഇപ്പോൾ 10, +1, +2 ക്ലാസ്സുകളിലെ അവശേഷിക്കുന്ന പൊതുപരീക്ഷകൾ മെയ് 21-നും 29-നും ഇടയിൽ പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നത്. പൂർത്തിയായ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം മെയ് 13-ന് ആരംഭിക്കുകയും ചെയ്യും. പ്രൈമറി, അപ്പർ പ്രൈമറി തലങ്ങളിലെ 81,609 അധ്യാപകർക്ക് അധ്യാപക പരിശീലനം ഓൺലൈനായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഇതും പൂർത്തിയാക്കും. ഇതിനു പുറമെ പ്രത്യേക അവധിക്കാല പരിശീലനം വിക്ടേഴ്സ് ചാനൽ സംവിധാനം ഉപയോഗിച്ച് കയറ്റ് നടത്തും. സമഗ്ര പോർട്ടലിൽ അധ്യാപകരുടെ ലോഗിൻ വഴി ഇതിനാവശ്യമായ ഡിജിറ്റൽ സാമഗ്രികൾ ലഭ്യമാക്കും. പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകർക്ക് മെയ് 14-ന് ഇത് ആരംഭിക്കും. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ആളുകളിൽ പല ആശങ്കയുണ്ട്. തുറക്കാൻ വൈകുന്ന സാഹചര്യമുണ്ടായാൽ പോലും ജൂൺ 1 മുതൽ കുട്ടികൾക്കായി പ്രത്യേക പഠന പരിപാടി വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. വിക്ടേഴ്സ് ചാനൽ തങ്ങളുടെ ശൃംഖലയിലുണ്ട് എന്ന് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർ ഉറപ്പാക്കേണ്ടതാണ്. DTH സേവനദാതാക്കളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനു പുറമെ വെബിലും മൊബൈലിലും ഈ ക്ലാസുകൾ ലഭ്യമാക്കും. ഇത്തരത്തിൽ ഒരു സൗകര്യവുമില്ലാത്ത കുട്ടികൾക്ക് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ഉപകരണങ്ങളുടെ പരിപാലനം സ്കൂളുകൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മഴക്കാലമാണ് വരുന്നത്. ആ സാഹചര്യത്തിൽ ഇതിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. 2225 ട്രക്കുകൾ ചരക്കുമായി ഇന്നലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ചരക്ക് നീക്കം സാധാരണ നില പ്രാപിക്കുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ഭക്ഷണം കിട്ടാതെ വലയാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ അശരണർക്കായി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഭക്ഷണ വിതരണ പരിപാടി 4,44,573 ഭക്ഷണപ്പൊതികളും 29,030 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമായി തുടങ്ങിയ പരിപാടിയായിരുന്നു ആദ്യം.
അത് കേരളമൊട്ടാകെ വ്യാപിപ്പിച്ച് 24 അടുക്കളകളിലൂടെയാണ് ഭക്ഷണം വിതരണം ചെയ്തത്. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ഏതാനും സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഒരു വയർ ഊട്ടാം എന്ന ഈ പദ്ധതി നടപ്പാക്കിയത്. ലോക്ക്ഡൗൺ കാലത്ത് ആശുപത്രിയിൽ രക്തം ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ജീവധാര എന്ന പേരിൽ ഒരു പദ്ധതിക്ക് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് രൂപം നൽകി. ഇതുവഴി 3 ലക്ഷം പേരാണ് രക്തം ദാനം ചെയ്യാൻ കേരളത്തിൽ സന്നദ്ധരായത്. ഇത് 10 ലക്ഷമാക്കുകയാണ് ലക്ഷ്യം. കേഡറ്റുമാരുടെ മാതാപിതാക്കളും ബന്ധുക്കളുമാണ് രക്തം ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നത്. സംസ്ഥാനത്തെ കാർഷിക ഉൽപ്പാദന വർധനവിനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളുമായി ആശയവിനിമയം നടത്തും. വിക്ടേഴ്സ് ചാനലിലൂടെയാണ് അവരോട് സംസാരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കാൻ പോവുകയാണോ എന്ന് ഇന്നലെ നിങ്ങൾ ചിലർ അന്വേഷിച്ചിരുന്നു. ഏതായാലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഒരു കാര്യം ഇപ്പോൾ തുടങ്ങുകയാണ്. നമ്മുടെ ചെത്തുതൊഴിലാളികൾ തെങ്ങ് ചെത്തുന്നതിന് നേരത്തെ അനുമതി കൊടുത്തിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ അത് റെഡിയായിട്ടുണ്ട്. കള്ള് ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അത് ഷാപ്പിൽ എത്തിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തെ കള്ള് ഷാപ്പുകൾ മെയ് 13 മുതൽ, അടുത്ത ബുധനാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയാണ്. കോവിഡ്-19 വ്യാപനത്തിൻ്റെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും പശ്ചാത്തലത്തിൽ മന്ത്രിസഭയുടെ 4ാം വാർഷികാഘോഷ പരിപാടി ഈ മെയ് മാസത്തിലാണ് നടക്കേണ്ടത്. ആ പരിപാടികൾ ഉപേക്ഷിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിലേക്കും ഇതര പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ ഉദാരമായ സഹായമാണ് നൽകുന്നത്. ക്ഷേമ പെൻഷൻ പറ്റുന്ന വയോജനങ്ങൾ മുതൽ കൈനീട്ടവും സക്കാത്തും കിട്ടുന്ന കുഞ്ഞുങ്ങൾ വരെ സഹായവുമായി മുന്നോട്ട് വരുന്നു. അതിൽ പ്രധാനപ്പെട്ട പല സഹായങ്ങളും ഇവിടെ വാർത്താസമ്മേളനത്തിൽ വായിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് സഹായങ്ങൾ എത്തുന്നത് എന്ന് ജനങ്ങളാകെ അറിയാനാണ്. എന്നാൽ ഇത്തരമൊരു വാർത്താസമ്മേളനത്തിൻ്റെ നല്ല ഭാഗം സഹായങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നത് എന്നും തുടരാനാവില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമായ ചില സഹായങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്ന് പരാമർശിക്കുന്നുള്ളൂ. ഉമ്മന്നൂർ സ്വദേശിയും സൗദി അറേബ്യയിൽ പ്രവാസിയുമായ ജോർജ് ഡാനിയലും ഭാര്യയും അധ്യാപികയുമായ മിനി ജോർജും സൗജന്യമായി ഉഷസ് ലോഡ്ജ് പ്രവാസികൾക്ക് വേണ്ടി ക്വാറൻ്റൈൻ സൗകര്യം ഏർപ്പെടുത്തി. PPE കിറ്റ് വാങ്ങാൻ 1,20,000 രൂപ KAL ആരോഗ്യവകുപ്പിന് നൽകി. സർക്കാരിൻ്റെ ആഹ്വാനമനുസരിച്ച് കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരളത്തിൽ 10,000 കൃഷിയിടങ്ങൾ ഒരുക്കുന്ന പദ്ധതിക്ക് AIYF തുടക്കം കുറിച്ചു.
വേൾഡ് വിഷൻ ആൻഡ് ആർ ഡോണല്ലി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള പോലീസിനും ആരോഗ്യവകുപ്പിനും സാനിറ്റൈസർ, ഗ്ലൗസ്, മാസ്ക് എന്നിവ കൈമാറി. ദുരിതാശ്വാസ നിധി പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. ചില പേരുകൾ മാത്രമാണ് ഇന്ന് പറയുന്നത്. എന്നാൽ ആ ചിലതും കുറച്ചധികമാണ് എന്നുള്ളതാണ് വസ്തുത. കെ സോമപ്രസാദ് എം പി 1,00,000 രൂപ, മുൻ എം പി പി രാജീവ് 27,000 രൂപ, എ മുകേഷ് MLA ശമ്പളത്തിന് പുറമെ 1,50,000 രൂപ, മുൻ MLA അഡ്വക്കേറ്റ് ആൻ്റണി രാജു 1,00,000 രൂപ, മുൻ MLA AK പത്മനാഭൻ 50,000 രൂപ, പുന്നപ്ര വയലാർ സമരസേനാനി VK ഭാസ്കരൻ സ്വാതന്ത്ര്യസമര പെൻഷൻ തുക, കൂത്തുപറമ്പ് രക്തസാക്ഷി KV റോഷൻ്റെ മാതാവ് നാരായണി 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുക, കേരള കർഷക സംഘം 2ാം ഗഡു 22,10,000 രൂപ, 5,00,000 രൂപ നേരത്തെ നൽകിയിരുന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ ഫേസ്ബുക്ക് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. 2 ദിവസം കൊണ്ട് 3 ലക്ഷത്തോളം രൂപയാണ് കമ്മീഷൻ സമാഹരിച്ചത്. ബഹ്റിനിലെ VKL ഗ്രൂപ്പ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വർഗീസ് കുര്യൻ 1 കോടി, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 50 ലക്ഷം, ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് 44,50,000 രൂപ, ഫറൂഖ് സർവീസ് സഹകരണ ബാങ്ക് 44 ലക്ഷം, രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് 40 ലക്ഷം, കോഴിക്കോട് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 35,25,800, കോഴിക്കോട് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് 35,03,000, കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് 31,25,607, ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 26,20,000, വെങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് 25,27,000, കോഴിക്കോട് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം, മൗവഞ്ചേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 42,54,977, കാട്ടാക്കട മണ്ഡലത്തിലെ സഹകരണ ബാങ്കുകൾ 37,78,121, കണ്ണൂർ ചൊവ്വ റൂറൽ സഹകരണ ബാങ്ക് 36,33,200, കല്ലിയൂർ സർവീസ് സഹകരണ ബാങ്ക് 28,04,826, കയ്പമംഗലം പൂവത്തുകടവ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് 25,58,500, പെരിന്തൽമണ്ണ കാർഷിക ഗ്രാമവികസന ബാങ്ക് 15,17,000, പട്ടാനൂർ സർവീസ് സഹകരണ ബാങ്ക് 15,40,384, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി 15 ലക്ഷം, വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് 24,64,400, മട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 15,990,000, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയർമാർ 12,74,001, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, കോറോം സർവീസ് സഹകരണ ബാങ്ക് 9,64,092, കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 8,40,000, തിരുവനന്തപുരം ജില്ലാ മർക്കൻഡൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 6,63,350, കോഴിക്കോട് PK സ്റ്റീൽസ് കമ്പനിയിലെ ജീവനക്കാരുടെ വകയായി 5,30,000, പഴയങ്ങാടി അർബൻ സഹകരണ ബാങ്ക് 5 ലക്ഷം, ഹൈടെക് മെറ്റൽ സൂരകം 5 ലക്ഷം, സെക്രട്ടേറിയറ്റ് എൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള 4,33,502, ചേംബർ ഓഫ് ഫാർമ എൻ്റർപ്രൈസസ് 4 ലക്ഷം, കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീയിലെ 3 CDS ഭരണസമിതിയിലെ 3,493 അയൽക്കൂട്ടങ്ങൾ 3,73,000, പ്രോഗ്രസീവ് ഹോമിയോപ്പതിക് ഫോറം 2.5 ലക്ഷം, ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് P. വിജയഭാനു 2,50,000, PM കുര്യാക്കോസ് ഭാര്യ അന്നമ്മ കുര്യാക്കോസ് ചെന്നിലൂർ 2 ലക്ഷം,
ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ഡോക്ടർ SK അജയകുമാറും ഭാര്യ പാറശാല സരസ്വതി ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു അജയകുമാറും 2 ലക്ഷം. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിലെ ഡോക്ടർ AM ജോർജ് കുട്ടി 2 ലക്ഷം. തലശ്ശേരി മുനിസിപ്പാലിറ്റി കാർഷികോൽപ്പന്ന സംഭരണ വിതരണ സഹകരണ സംഘം 2 ലക്ഷം. കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആദ്യ ഗഡുവായി 2 ലക്ഷം. മലപ്പുറം കമ്പനിപ്പടിയിലെ കാജ മുഈനുദ്ദീൻ ലൈബ്രറി ആൻഡ് സംഗീത അക്കാദമി സക്കാത്ത് ദാനം 2 ലക്ഷം. കല്ലമ്പലത്തെ പരേതനായ സൈനുലാബ്ദിൻ്റെ ചരമവാർഷികത്തിനായി കുടുംബം കരുതിയ 2 ലക്ഷം. നിയമവകുപ്പ് സെക്രട്ടറി അരവിന്ദ ബാബു 1,95,820. ചിന്ത പബ്ലിഷേഴ്സ് ജീവനക്കാരുടെ സംഭാവന, എഴുത്തുകാരുടെ സംഭാവന, ജനറൽ മാനേജറുടെ 1 മാസത്തെ പെൻഷൻ തുക 1,56,371 രൂപ. കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് ലിമിറ്റഡ് ജീവനക്കാർ 1,25,875. ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിൽ AIYF മേഖലാ കമ്മിറ്റികൾ ബിരിയാണി മേളയിലൂടെ സ്വരൂപിച്ചത് 1,25,975 രൂപ. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ 1,16,320 രൂപ. KL ചെയർമാൻ കരമന ഹരി 1,07,500. KL MD ഷാജഹാൻ 1 ലക്ഷം. കൊടുങ്ങല്ലൂർ രവീന്ദ്രൻ AR പശുവിനെ വാങ്ങാൻ വെച്ച 1,04,000. കതിരൂർ പുല്യോട് ശ്രീകൂർമ്മക്കാവ് സേവാസമിതിയും എരുവട്ടി ദേശകമ്മിറ്റിയും കതിരൂർ കാഴ്ച കമ്മിറ്റിയും 1 ലക്ഷം. ടാക്സ് കൺസൾട്ടേഷൻ ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ 1 ലക്ഷം. RV ആചാരി ബാംഗ്ലൂർ 1 ലക്ഷം. തങ്കമ്മ ജോണി മാളിയേക്കൽ മരട് അകാലത്തിൽ മരണമടഞ്ഞ മകൻ ജോൺ റോയിയുടെ ഓർമ്മക്കായി 1 ലക്ഷം. KK ശിവശങ്കരപ്പിള്ള കുന്നത്തൂർ 1 ലക്ഷം. കണ്ടോത്ത് ശ്രീകൂർബ ഭഗവതി ക്ഷേത്രം 1 ലക്ഷം. എറണാകുളം മരടിലെ തങ്കമ്മ ജോണി 1 ലക്ഷം. തിരുവങ്ങാട് രാമപാദം ഗംഗാധരമാരാർ 1 ലക്ഷം. കൂടാളിയിലെ MB ഷർഫുദ്ദീൻ 1 ലക്ഷം. റിട്ടയേർഡ് അഗ്രികൾച്ചർ ഓഫീസർ KV നാരായണമാരാർ 1 ലക്ഷം. അവനവഞ്ചേരി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം 1 ലക്ഷം. വിരമിച്ച IAS ഓഫീസർ ഡോക്ടർ CV ആനന്ദബോസ് 1 ലക്ഷം. അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമൊഴി ടൂറിസം മാനേജ്മെൻറ്റ് കമ്മിറ്റി 1 ലക്ഷം. തലയോലപ്പറമ്പ് പിയത്ത ഭവൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സിസ്റ്റർ മേരി ലൂസി സ്വർണ്ണമാല. കോട്ടയം മണർക്കാട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി ഖത്തർ 1 ലക്ഷം രൂപ. മുതിർന്ന അഭിഭാഷകൻ ചെറുന്നിയൂർ P ശശിധരൻ നായർ 1 ലക്ഷം. സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ഒരു വിഭാഗം പാർട്ട് ടൈം സ്വീപ്പർമാരുടെ കൂട്ടായ്മ 1 ലക്ഷം. കാസർഗോഡ് ചെങ്കള സ്വദേശി മാധവൻ പാടി 1 ലക്ഷം. തിരുവനന്തപുരം സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1 ലക്ഷം. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ M ശാർഗധരനും ഭാര്യ ഡോക്ടർ N രത്നകുമാരിയും ചേർന്ന് 60,000. കേരള ക്ലബ്ബ് ഡൽഹി 50,000. സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അംഗം C വിജയകുമാർ 50,000. വേണുഗോപാൽ ഹോട്ടൽ ടൗൺ ടവർ 50,000. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം 50,000. ചൊക്ലി ഒളവിലം റഹ്മാനിയ ജുമാ മസ്ജിദ് നോമ്പ് തുറക്കു വേണ്ടി ശേഖരിച്ച 33,333 രൂപ. ഇരണാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്ര സമിതി 25,000. കുട്ടികൾ വിളവൂർക്കൽ പഞ്ചായത്തിലെ ബാലസംഘം 23,200 രൂപ. ആലപ്പുഴ SDV ടേബിൾ ടെന്നീസ് അക്കാദമി കുട്ടികൾ 41,000. അപർണ കോലത്തുകര 11,000. കുളപ്പുറം വായനശാല കുട്ടികളിൽ നിന്ന് സമാഹരിച്ച് 20,200. നെയ്യാറ്റിങ്കര ഗവൺമെൻറ് JBSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി പ്രഭാത് നാരായണൻ 8,175. അശ്വിൻ കണ്ണോത്ത് മടപ്പുരക്കൽ ഭിന്നശേഷി പെൻഷൻ തുകയിൽ നിന്നും 7,500. തിരൂർ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി നിഖിൽ കഥകൾ എഴുതി കിട്ടിയ 5,000. നിവ കല്യാണി പാട്യം 5,000. സൂര്യ സുന്ദർ നെയ്യാറ്റിങ്കര 5,650. ബാംഗ്ലൂർ ഹാർവസ്റ്റ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി മൈഥിലി 5,001. കണിച്ചാർ ജീസസ് ശിശുഭവൻ കുട്ടികൾ 5,000. നിരഞ്ജന നിരുപമ പുന്നപുരം 5,000. ഏലംകുളത്തെ വിദ്യാർത്ഥികളായ അഭിരാമി ബിമൽ അഭിനവ് ബിമൽ 4,800. പയ്യന്നൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിക്ക് ഓഫ് പരിശീലനാർത്ഥികൾ 10,000.
നിദ്രമോൾ ഡോക്ടർ ഓഫ് അഡ്വക്കേറ്റ് സാന്ദ്ര 3765. ആയിഷ കോഴിക്കോട് മാങ്കാവ് 2571. അഭ്യംദൈ ആഭ പിണറായി 2727. മണ്ണമ്പറ്റ സ്വദേശികൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സഞ്ജീവ് വേദിക ആദിത് 5000. വിനയ് രത്നൻ വി കടക്കരപ്പള്ളി 2525. ആലപ്പുഴ മുഹമ്മ എ ബി വിലാസം HSS വിദ്യാർത്ഥികൾ 30,000. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്.